രാവിലെ തന്നെ കുളിച്ചിട്ടില്ലെങ്കിൽ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ഒറ്റ മൈൻഡിലാണ് ഇന്നത്തെ പോക്ക്. യൂണിഫോം ഈ ചോദ്യം ഞാൻ ഓനോടും ചോദിച്ചു. ഓനും അറിഞ്ഞിട്ടില്ല, ഞാനും അറിഞ്ഞിട്ടില്ല. ഇവർ രണ്ടാലും ഭയങ്കര സെൽഫി എടുക്കട്ടെ. പിന്നെ ഈ ഒരു മുതലിനും പൊക്കിട്ടാണ് പോണേ. പിന്നെ ഇവർക്ക് ഒരു ടാറ്റും കൊടുത്ത് ഞങ്ങൾ പ്ലേസ് ഇറങ്ങാത്ത ഈ കൊട്ട വെയിലത്താണ് ഞങ്ങളെ യാത്ര. പിന്നെ ഗ്ലാമർ പോയി മാസ്ക് ഒക്കെ ഇട്ട് ഗ്ലൗ ഒക്കെ ഇട്ട് അങ്ങോട്ട് സെറ്റ് ആയി. കായില്ലാത്ത ഇറച്ചിക്കെക്കണായ ഒരു നൃത്തം വേറൊന്നല്ല, വെള്ളം കുടിക്കാനാണ്. ഇത് നമുക്ക് മസ്റ്റ് ആണ്. അതൊക്കെ കഴിഞ്ഞപ്പോ ചെണ്ടമുട്ടും ബഹളമൊക്കെ കണ്ടു. പിന്നെ നമ്മുടെ സൈനനെ കൊണ്ടുവരാതെ കുഞ്ഞാപ്പൂപ്പച്ചി വന്നിട്ട് ആ ബഹളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മൾ വന്ന എന്തിനാന്നല്ലേ, വള്ളംകളി കാണാനാണ് ഈ കൊട്ട വെയിലത്ത് വന്നത്. കുറച്ചേരൊക്കെ നിന്നപ്പോ നല്ല തലകറക്കം. വേഗം പോയി ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. ഇവളെ വിചാരം ഇവള് നല്ല ടയർഡായ മാതിരി അഭിനയിക്കുന്നുണ്ട്. കുറെ ഫുഡ് ഇട്ടാനാണ്. അങ്ങനെ കുറച്ച് ഓക്കം അങ്ങോട്ട് കൊടുത്ത് നമ്മള് നേരെ വീട്ടിൽ പോയി. വെയിൽ കൊണ്ട് തന്നെ ഫുഡ് കഴിച്ചാൽ ക്ഷീണം മാറ്റാൻ വീട്ടിൽ പോയത്. ഇവിടെ ഏതൊരു പെൺകുട്ടിയോട് ചൊല്ലി കുത്തർക്ക് ഓനെ ഡിസ്റ്റർബ് ആക്കേണ്ട വെച്ച് നമ്മൾ ഉള്ളിൽ കയറി. ഇവള് വിചാരം ഇവള് മണിയറയ്ക്ക് പാലുണ്ടെന്ന സീന്റെ മാതിരി ഉണ്ട്. ഇവള് അഭിനയൊക്കെ കണ്ട. എന്തായാലും ഓക്ക് കൊടുത്ത പാലൊന്നുമില്ല, പച്ച വെള്ളമാണ് കേട്ടോ ഗൈസ്. റെസ്റ്റ് ഒക്കെ എടുത്ത് വൈകുന്നേരമായപ്പോ വീണ്ടും അവിടെ പോയി. അവിടെ നല്ല അടി എടുക്കുന്നുണ്ട്. എന്താ പോയപ്പോ നല്ല കോൽക്കളിയാണ്. അതൊക്കെ കണ്ടപ്പോ ഇത്രയും ക്രൗഡാണ് കേട്ടോ. സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു. സെമി ഫൈനലും ഫൈനലൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ ആർമാദിച്ചിരുന്നു. ഇതൊക്കെ കണ്ടെടുക്കുമ്പോൾ ഇവളിതാ തൊട്ടാവാടിന്റെ അരി വാടിക്കണുണ്ടപ്പോ ഞങ്ങൾ കുറച്ച് എണ്ണ അടിക്കാൻ പോയ. വേറൊന്നല്ലേ, നമുക്ക് വേണ്ടിയിട്ടുള്ള എണ്ണ അടിക്കാൻ വേണ്ടിട്ട് പോയ. അതൊക്കെ കുടിച്ചിങ്ങനെ നിന്നപ്പോ നല്ല പാട്ടൊക്കെ നടത്തുമ്പോ വേഗം അങ്ങോട്ട് ഓടി. സൂര്യനുള്ളിൽ കയറാൻ നിൽക്കാൻ എനിക്ക് തോന്നുന്നു. ഇവരൊക്കെ പുറത്ത് കടാൻ അത്രയും ജനാണ് കേട്ടോ. ഈ പാട്ട് കാണാനും ഡാൻസ് കാണാനും. ചെക്കന്മാർ ഫസ്റ്റ് ഇട്ട് എന്റെ ചാട്ടാണ് നിങ്ങൾ ഈ കാണട്ടോ. പിന്നെ നമുക്ക് വണ്ടി എടുക്കാനുള്ള ഒരു ഗ്യാപ്പില്ല, അത്രയും ക്രൗഡും ജനങ്ങളായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നാട്ടിക്ക് പോകണം.